മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണ നമ്മളുടെ വീടുകളിലെല്ലാം വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്ത് രാവിലെ പ്രാതലിന് ഉണ്ടാക്കും. നാടൻ വിഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ താല്പര്യമുള്ള വിഭവങ്ങൾ, ഒരുപക്ഷെ ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നും. അതേസമയം സ്കൂളിൽ പോകാനുള്ള തിരക്കുണ്ടാകും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് മാത്രമല്ല, സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ള ഒരു ലഞ്ച് ബോക്സ് ശരിയാക്കുന്ന കാര്യത്തിൽ അത് ചോറും കറിയൊന്നും അവർക്ക് വേണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങൾ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ തിരക്കിനിടയിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ വീട്ടമ്മയായിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥ ഒരു വർക്കിംഗ് ലേഡിയാണെന്ന് വിചാരിക്കുക. അതായത് ജോലിയുള്ള ഒരാൾ, ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവരുടെ ജോലിക്ക് പോകണം, അതേസമയം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞുങ്ങളെയൊക്കെ സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് പറഞ്ഞു വിടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കേണ്ടി വരും. എന്നാൽ എളുപ്പത്തിൽ കാര്യം നടക്കണം, ന്യൂട്രിറ്റീവ് ആയിരിക്കണം, കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളായിരിക്കണം. അതെല്ലാം ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. നമ്മുടെ നാടൻ ഇഡ്ഡലിയൊക്കെ വളരെ നല്ലതാണ്, ഇഡ്ഡലി, ദോശയൊക്കെ നല്ലതാണ്, അതൊന്നും നല്ലതല്ല എന്നല്ല. പക്ഷേ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷൻ ചിന്തകൾക്കനുസരിച്ചിട്ട് വീട്ടമ്മമാരും മാറണമല്ലോ. അപ്പോൾ അതുപോലെ ഒരു വിഭവം നമ്മളൊന്ന് ആലോചിക്കുകയാണ്. കാര്യം രാവിലെ എപ്പോഴും ഏറ്റവും എളുപ്പം എന്താണ്? നമ്മൾക്ക് സാൻഡ്വിച്ചസ് എളുപ്പമാണ്. പിന്നെ ബ്രെഡ്, മുട്ട, പാല്, കോൺഫ്ലേക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു സമീകൃതമായി ഭക്ഷണം കഴിക്കുക. കുറച്ച് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്, കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രഷ് സലാഡ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ മുട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഭക്ഷണക്രമത്തിൽ മുട്ടയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് മുട്ടയ്ക്ക്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് മുട്ട. അപ്പോൾ ഈ എഗ്ഗ് കൊണ്ട് അല്ലെങ്കിൽ മുട്ട കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. മുട്ട വെറുതെ ഓംലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബുൾസൈ ആയിട്ടോ ഹാഫ് ബോയിൽഡ് ആയിട്ടോ ബോയിൽഡ് ആയിട്ടോ ഒക്കെ കൊടുക്കാം, വേവിച്ചോ ഒക്കെ കൊടുക്കാം. അതൊന്നും പോരാ. കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അത്തരമൊരു വിഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എന്താ പറയുക, മുട്ട കൊണ്ടുള്ളൊരു ലോഫാണ്, എഗ് ലോഫ്. ലോഫ് എന്ന് പറയുമ്പോൾ ബ്രെഡ് മാതിരിയുള്ള ഷേപ്പിൽ ചെയ്യുന്ന കാര്യം. ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന പോലെ നമുക്ക് മുറിച്ചെടുക്കാനും സാധിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു എഗ് ലോഫ് തയ്യാറാക്കാം. അതിന് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ എളുപ്പമാണ് തയ്യാറാക്കാൻ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴിമുട്ട 6 എണ്ണം, സവാള ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം ചെറിയ ചതുര കഷ്ണങ്ങളായി അരിഞ്ഞത് 1/4 കപ്പ്, സെലറിയുടെ തണ്ട് ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ചിക്കൻ സോസേജ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പാലക്കിൻ്റെ ഇല അരിഞ്ഞത് 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഗ്രേറ്റഡ് ചീസ് 1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈഡ് പാസ്ലി ലീവ്സ് അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മൾക്ക് ഇനി നമ്മളുടെ എഗ് ലോഫ് തയ്യാറാക്കാം. ഈ ലോഫ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ആകൃതിയിലുള്ള ഒരു കാര്യം. ഇതൊരു സിലിക്കോണിൻ്റെ ലോഫ് ടിനാണ്. ഇത് തന്നെ ഇപ്പോൾ ഇൻറ്റാലിയത്തിൻ്റെ ആകാം, എങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു ബ്രെഡിൻ്റെ മോൾഡ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾക്ക് കിട്ടണം. മുട്ട ഇങ്ങനെ ആയി വരും. അപ്പോൾ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് 6 മുട്ടയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി? 6 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ 3 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം, കുറച്ച് കൂടുതലായിട്ട്. എന്നാലും അടുപ്പൊന്ന് കത്തിച്ചിട്ട് അതിലേക്ക് ചൂടിട്ടുള്ള പാത്രത്തിൽ ഒരുപാട് വഴറ്റൽ കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു വഴറ്റൽ മാത്രം മതി. ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ, അത് ഒലിവ് ഓയിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലാകാം, അല്ലെങ്കിൽ ബ്രൗൺ ഓയിൽ ആകാം, എന്തോ ആകാം. നമ്മൾക്ക് ഏറ്റവും നല്ലത്, സുരക്ഷിതം എന്ന് തോന്നുന്ന ഏതൊരു എണ്ണയും ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ചേർക്കാം. ബീൻസോ ഗ്രീൻ പീസോ ഒക്കെ ചേർക്കാം, എന്ത് വേണമെങ്കിലും ആകാം. എണ്ണ ചൂടായി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് അത് ചേർക്കേണ്ടത്. പിന്നെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. എരിവിന് നമ്മളിപ്പോൾ ഇതിന് ചേർക്കുന്ന കുരുമുളക് പൊടി മാത്രമാണ്. വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞ് പച്ചമുളകും ആകാം. കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. എല്ലാം ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതിപ്പോൾ സവാള, അതിൻ്റെ കൂടെ നമ്മൾ സെലറി ചേർക്കുകയാണ്. സെലറി നല്ല ഫ്ലേവറാണ്, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്കുക. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സോസേജ് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. അത് കുറച്ച് ഒന്നിൽ ചൂടുവെള്ളത്തിൽ ഒരല്പസമയം ഇട്ട് വയ്ക്കുക. അതല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലിട്ട് വെച്ചാലും മതി, ഈ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട്. എന്നിട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുക. നമ്മളേതായാലും ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം ഒന്ന് വാടണം, അത്രേ ഉള്ളൂ.
ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ സെലറി, സവാള, പിന്നെന്താ ചേർത്തെ സോസേജ് പീസസ്. ഇനി നമ്മളിതിലേക്ക് പാലക്ക്, 1.5 കപ്പോളം പാലക്കിൻ്റെ ഇല. ഇതൊക്കെ വാടി കഴിയുമ്പോൾ ഒന്നും ഇല്ലാണ്ടാകും. വാടി ഇങ്ങോട്ട് ചെറുതായിട്ടങ്ങ് മാറും. പാലക്കില. ഇനി നമ്മളിതിലേക്ക് ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം, റെഡ് ഉണ്ടെങ്കിൽ റെഡ് ചേർക്കുക, അതെല്ലാം ഭയങ്കര കളർഫുൾ ആക്കിയിട്ട് പച്ച ക്യാപ്സിക്കം. എല്ലാം ഏതാണ്ട് വാടി തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർക്കാം. എരിവെല്ലാം ആവശ്യാനുസരണമാണ്. പിന്നെ പച്ചമുളക് കൂടി നമ്മളിത് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഈ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക. അപ്പോൾ എത്ര സ്പൈസി ആകണം അതനുസരിച്ചിട്ട് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം. 6 മുട്ട ഉണ്ടല്ലോ. പിന്നെന്താ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പും ചേർത്തു. അപ്പോൾ എല്ലാം വാടിക്കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഒരു കാര്യം, നമ്മളുടെ ഇതിലിപ്പോൾ പാസ്ലി ലീവ്സാണ് ഞാൻ ഏതാണ്ട് ഒരു ടീസ്പൂണോളം ചേർക്കും. അര ടീസ്പൂൺ ആയാലും മതി. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ. 1/2 ടീസ്പൂൺ ആയാലും മതി. ഇപ്പോൾ നല്ലൊരു മണം. അതല്ലെങ്കിൽ ഒറിഗാനോയോ എന്തെങ്കിലും നല്ലൊരു മണം കിട്ടുന്ന കാര്യങ്ങൾ. ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാം കഴിഞ്ഞു. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മുടെ ലോഫ് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സോസേജ്, പാലക്, ക്യാപ്സിക്കം കൂട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് നമ്മൾ 6 മുട്ട പൊട്ടിച്ച് ഇടാം. അപ്പോൾ നമ്മൾ മുട്ട എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇടുമ്പോൾ, ഇപ്പോൾ ഒരു സമ്മർ സീസണാണ്, ചൂടാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. മുട്ട ചിലപ്പോൾ കേടുമുട്ട ആകാം ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുട്ട ഓക്കെ, രണ്ടാമത്തെ മുട്ടയും കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. പിന്നെ നമ്മൾ ഇടയ്ക്ക് 2-3 മുട്ട കഴിഞ്ഞ് 4ാമത്തെ മുട്ട ഇടുമ്പോൾ അത് കേടുള്ള മുട്ടയാണെങ്കിലോ ഒന്നിച്ചായി കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി എടുത്ത് കളയണ്ടേ. അതുകൊണ്ട് നമ്മൾ സേഫർ സൈഡ്, ഇപ്പോൾ 2 മുട്ട എനിക്ക് കുഴപ്പമില്ലാണ്ട് തന്നെ നല്ല മുട്ടയായിട്ട് തന്നെ ഇതിനകത്തേക്ക് പൊട്ടിച്ചിടാൻ സാധിച്ചു. ഇനി അതുകൊണ്ട് നമ്മൾ കുറച്ച് ചെറിയൊരു ബൗളിലേക്ക് ഇനി മുട്ട പൊട്ടിച്ചിട്ട് ഓരോന്നോരോന്നിട്ട്. അപ്പോൾ കാര്യം ചീത്തയാണെങ്കിൽ അത് മാത്രം കളഞ്ഞാൽ മതിയല്ലോ, കുഴപ്പമില്ല, നല്ല മുട്ടയാണ്. അപ്പോൾ ഇങ്ങനെ സേഫായിട്ടുള്ള രീതിയിൽ ചെയ്യാം. നമുക്ക് 6 മുട്ടയാണ് വേണ്ടത്. ഒരു പാത്രവും കൂടി വേണ്ടി വരുമെന്ന് മാത്രം എക്സ്ട്രാ. 4. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല. മുട്ട ഉപയോഗിക്കുമ്പോൾ കാര്യം എല്ലാ മുട്ടയും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കാര്യത്തിനും നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്വന്തം കോഴി ഇട്ട മുട്ടയായിരിക്കണം, ഒരു ഉറപ്പിന് ഫ്രഷാണ് എന്ന് മനസ്സിലാക്കാൻ. നമ്മുടെ 6 മുട്ടയും ഓക്കെയാണ്. അപ്പോൾ 6 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. വലിയ മറ്റേ ബ്ലെൻഡറൊന്നും വെച്ച് നമ്മൾ അങ്ങനെ അടിച്ച് പതപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ചെറിയൊരു ബീറ്റിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോസേജ് മിശ്രിതത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും മുട്ടയിൽ ഒരല്പം ഉപ്പ് നമുക്ക് ആദ്യമേ ചേർക്കാം, കുറച്ച് ചേർക്കാം. പിന്നെ ഇതിനോടൊപ്പം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസേജ് കൂട്ട്, സോസേജ്, ക്യാപ്സിക്കം, സെലറി, പാലക് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഈ മിശ്രിതം യോജിപ്പിക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പ് വേണമെങ്കിൽ നോക്കാം. പോരാന്നുണ്ടെങ്കിൽ ഉപ്പ്, എരിവ്, കുരുമുളകിൻ്റെ അളവൊക്കെ ക്രമീകരിക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് യോജിപ്പിക്കും. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കുക. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടൊമാറ്റോ വേണമെങ്കിൽ ചോപ്പ് ചെയ്തത് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ. ഇത് ടൊമാറ്റോ സോസിൻ്റെയൊക്കെ സ്വാദ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ സോസോ കെച്ചപ്പോ എന്തെങ്കിലും ഒരു കാര്യം 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ചീസ്
1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് നമുക്കിതിൻ്റെ ഒപ്പം ചേർക്കാം ഉള്ളിലേക്ക്. ചീസ് ഉള്ളിലേക്ക് പോയിക്കോട്ടെ. ഇതെല്ലാം ഇഷ്ടാനുസരണം ചെയ്യാം. എത്ര ചീസ് ചേർക്കണം അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്. എത്ര നമ്മുടെ കയ്യിലുണ്ട് അതനുസരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം, അത് നമ്മളുടെ ഇഷ്ടം. ഇനി നമ്മൾ ഈ ലോഫ് ടിന്നിലേക്ക് ഇത് മാറ്റാൻ പോവാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയിരിക്കുന്ന ഗ്രേറ്റഡ് ചീസ്, ഇതിപ്പോൾ ഞാൻ ചെഡാർ ചീസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അതും കൂടി ഇങ്ങനെ ഏത് തരം കുക്കിംഗ് ചീസും ആകാം. ഗ്രേറ്റഡ് ചീസ് മുകളിലായിട്ട്. അപ്പോൾ ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളൊരു പ്രീ ഹീറ്റഡ് അവനിലേക്ക് മാറ്റുന്നു. ഏതാണ്ട് 180 ഡിഗ്രി ചൂടിൽ ഒരു 45 മിനിറ്റ്സ് ടു 1 ഹവറാണ് എടുക്കുന്നത്. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് നിൽക്കുമ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തലേദിവസം ചെയ്ത ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് മൈക്രോവേവിൽ വെച്ചോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. എളുപ്പമാണ് കാര്യങ്ങൾ. പക്ഷേ ഇത് രാവിലത്തെ അതല്ല, നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ ഇത് കുറച്ച് സമയമെടുത്ത് ബേക്കായി നല്ല ഉറച്ച് കിട്ടണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നോക്കുക. പിന്നെ നന്നായിട്ട് സെറ്റായില്ലെന്ന് തോന്നുകയാണ് ഇടയ്ക്ക് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇതിനകത്തേക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫേം ആകാൻ വേണ്ടിയിട്ട്. ഉൾഭാഗം വേകാൻ സമയമെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുവേണ്ടി ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട്, അതായത് മേളത്തെ ചീസിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുക. അത്ര മാത്രം ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിത് നമ്മുടെ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുന്നു. ഇനി കുറച്ച് നേരം വെയിറ്റിംഗ്. അത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ലോഫ് റെഡിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂർ സമയം ഞാൻ 180 ഡിഗ്രി ചൂടിലാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ പാകത്തിന് ബേക്കായി. ഇതൊരു സിലിക്കോൺ പാൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയാണ് ഡീമോൾഡ് ചെയ്യാൻ. അല്ലെങ്കിലും ഇളകി വരും, പ്രശ്നമൊന്നുമില്ല. നമ്മൾക്ക് ഒരല്പസമയം തണുക്കാൻ കൊടുത്തു. ഒരുപാട് തണുത്തിട്ടില്ല, ഇച്ചിരി ചൂടുണ്ട് ഇപ്പോഴും. നമ്മളിത് ഡീമോൾഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? ശരിക്കും ഒരു ബ്രെഡിൻ്റെ ഒരു ലോഫ് മാതിരി തോന്നില്ല. അതുകൊണ്ടാണ് നമ്മളിത് എഗ് ലോഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ഇത് മുട്ടയുടെ ഒരു ലോഫാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയാൽ എങ്ങനെ ഇരിക്കും? ഇതിനി സാധാരണ ബ്രെഡ് കട്ട് ചെയ്യുന്ന പോലെ സ്ലൈസ് ചെയ്ത് എടുത്താൽ 6 പേർക്ക് സുഖമായിട്ട് കഴിക്കും. ഇത് 6 മുട്ടയാണ്. അപ്പോൾ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. ഇതിനെ തന്നെ വേണമെങ്കിൽ ഒരു സാൻഡ്വിച്ച് പോലെ ഇത് ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് വെച്ചിട്ട് ടോസ്റ്ററിനകത്ത് വെച്ചിട്ട് സ്റ്റഫിംഗ് ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിൽ വെച്ചും കൊടുത്തു വിടാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. അപ്പോൾ ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി, ഇപ്പോൾ നോയമ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വെജിറ്റേറിയൻ വിഭവങ്ങളാണ് ആൾക്കാർ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ മത്സ്യം കഴിക്കുന്നൊരു സമയം കൂടിയാണ് ധാരാളമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചിക്കനെ വിട്ടിട്ട് മത്സ്യത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ഐറ്റം മീൻ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു നല്ല വിഭവം. സാധാരണയായിട്ട് ചില ഭക്ഷണ കാര്യങ്ങൾ അല്ലെങ്കിൽ ചേരുവകൾ തമ്മിൽ ചേരാൻ പാടില്ല എന്നൊക്കെ ചില പണ്ട് തൊട്ടേ കേൾക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ തൈരും മീനും ഒന്നിച്ച് കഴിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ പല സ്ഥലങ്ങളിലും തൈരും മീനും ഒക്കെ ചേർത്തിട്ടുള്ള കറികളുണ്ട്. ഇപ്പോൾ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പോലും കണ്ണൂർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ മോര് കറി എന്നൊക്കെ പറഞ്ഞിട്ട് മോര് ചേർത്ത മീൻ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും നമ്മളതിൽ നിന്നെല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളും ഒരു മീനും തൈരും കൂടിയുള്ളൊരു കോമ്പിനേഷനിൽ ഒരു കറി വയ്ക്കാൻ പോകണം. പക്ഷേ രുചിയുടെ കാര്യത്തിൽ അത് മുന്നിൽ തന്നെയായിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. തൈരും മീനും ചേർത്ത് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോകുന്നു. മീൻ തൈര് കറി എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ദശക്കട്ടിയുള്ള മീൻ 1/2 കിലോ കഷ്ണങ്ങളാക്കിയത്. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, നല്ല ജീരകം 1/2 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്. ഇനി മറ്റു ചേരുവകൾ: പച്ചമുളക് 1 എണ്ണം 2ആയി പിളർന്നത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യാനുസരണം, വെള്ളം 1/2 കപ്പ് മുതൽ ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളിവിടെ ഒരു മീൻ തൈര് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്.
ചേരുവകളെല്ലാം തന്നെ വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു മീൻ കറിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഒരു മുളക് പൊടിയും പച്ചമുളകും ഇഞ്ചിയും ഉള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും അങ്ങനത്തെ ഒരു കറക്റ്റ് കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാര്യം നമ്മളിപ്പോൾ അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു തേങ്ങ, അതായത് തേങ്ങ ചെറിയത് 1 കപ്പ് അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി തന്നെ ആയിക്കോട്ടെ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. പ്രധാനപ്പെട്ട ഒരു കാര്യം ജീരകമാണ്. സാധാരണ നമ്മൾ നല്ല ജീരകം കൊണ്ട് അങ്ങനെ അധികം മീൻ കറിയിലൊന്നും ഉപയോഗിച്ച് കാണാറില്ല. പക്ഷേ ഇത് വളരെ നല്ല സ്വാദാണ്. ഈ രീതിയിൽ ഞാനൊന്ന് തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി, നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മളത് വീണ്ടും ആവർത്തിക്കുന്നു. ഇത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഞാൻ അളന്ന് വെച്ചതാണ്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മൾ തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകമാണ്. ഇത്രയും കാര്യങ്ങൾ കോമ്പിനേഷൻ. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർക്കുന്നത്, അരയ്ക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ മഷി പോലെ അരച്ചെടുക്കണം. ഈ 1/2 കപ്പ് തൈര്, ഇത് വീട്ടിൽ ഒഴിച്ച തൈരുണ്ടെങ്കിൽ നല്ലത്. അധികം പുളിക്കേണ്ട, ആവശ്യത്തിന് പുളി മതി. പക്ഷേ ചെറിയ പുളി വേണം, തീരെ പുളിയില്ലാതിരുന്നാലും കൊള്ളില്ല. അപ്പോൾ അധികം പുളിക്കാത്ത തൈര് 1/2 കപ്പ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. ഇതിൽ ഈ തൈര് പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം, ഇത് അരഞ്ഞ് കിട്ടാനായിട്ട്. മിക്കവാറും ഇത് മതിയാകും. ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് എന്തായാലും അരച്ച് നല്ല പേസ്റ്റായിട്ട് ഒരു മഷി പോലെ അരച്ച് ഞാൻ തിരിച്ചു വരും. അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മീൻ തൈര് കറിക്ക് വേണ്ട അരപ്പ് അല്ലെങ്കിൽ മസാല ഞാനിവിടെ അരച്ചെടുത്തിരിക്കുകയാണ്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും 1/2 കപ്പ് തൈര് ചേർത്തു. അതുകൂടാണ്ട് ഞാൻ ഏതാണ്ട് ഒരു 1/2 കപ്പോളം വെള്ളവും ഇതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇങ്ങനെ അരച്ചെടുത്ത് ഇങ്ങനെ മഷിയായിട്ട് അരച്ചില്ല, പേസ്റ്റ് രൂപത്തിൽ. ഇനി നമ്മൾ മീൻ ചട്ടിയാകാം, അതല്ലെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രം, ഇതിലേക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിൻ്റെ കൂടെ വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. നല്ല കുറുകിയ അരപ്പാണല്ലോ. അതിലേക്ക് പച്ചമുളക്, ഒരു വലിയ പച്ചമുളകായിരുന്നു, അതുകൊണ്ട് ഞാൻ 4ആയിട്ട് മുറിച്ചിരിക്കുവാണ്. പിന്നെ ഇഞ്ചി അരിഞ്ഞത്, അത് ഏത് ഷേപ്പിലാണെങ്കിലും അരിയാം. പക്ഷേ നമ്മളിങ്ങനെ പച്ചക്കിടുന്നതുകൊണ്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാനായിട്ട് ഇച്ചിരി നീളത്തിലുള്ള കഷ്ണമാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി കുറച്ച് ലാവിഷായിട്ട് ചേർക്കുകയാണ്. പിന്നെ ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. മീനിൽ പിടിക്കണം, അരപ്പിനും ഉപ്പുണ്ടാകും. പിന്നെ കുറച്ച് കറിവേപ്പില, അത് ആവശ്യാനുസരണമാകാം, തണ്ടോടുകൂടിയാകാം. ഇനി അരപ്പെല്ലാം നമ്മളിങ്ങനെ ചേർത്ത് കഴിഞ്ഞു. ഇത്രയും കുറുകിയ അരപ്പാണ്. ഇപ്പോൾ വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത്, വേണമെങ്കിൽ ഒരു അല്പം കൂടി ആകാം, മതി. ഇനി എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ചു. ഇനി അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ അരപ്പൊന്ന് തിള വരട്ടെ. തിള വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്സ്യത്തിൻ്റെ കഷ്ണങ്ങൾ, ഞാനിവിടെ ദശക്കട്ടിയുള്ള മീനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നെയ്മീൻ അഥവാ ഐക്കോറ. പക്ഷേ ഇതിന് ഏറ്റവും നല്ലത് ആവോലി പോലുള്ള മത്സ്യം നല്ലതായിരിക്കും. നല്ല ആവോലിയുടെ കഷ്ണങ്ങൾ, അങ്ങനത്തെ നല്ല എന്താ പറയുക, നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷ്, നല്ല വെള്ള ആവോലിയിലൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി, നല്ല തിള വന്നു. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീനിൻ്റെ കഷ്ണങ്ങൾ, ഇത് കറക്റ്റ് 1/2 കിലോ മീനാണ്. ഞാൻ 20 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 2 പീസ് വെച്ച് നമുക്ക് 10 പേർക്ക് കഴിക്കാൻ പറ്റും. ഇനി പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. നല്ലൊരു തിള വരട്ടെ, വെന്ത് തുടങ്ങട്ടെ. അത് കഴിഞ്ഞാൽ അടപ്പ് മാറ്റി പിന്നെ ഇടത്തരം തീ, അത് കഴിഞ്ഞ് ചെറിയ തീയിൽ കുറച്ച് നേരം വേവിക്കണം. അരപ്പൊക്കെ ഇങ്ങനെ കുറുകി വരുമ്പോൾ നമ്മളുടെ മീൻ റെഡിയായി എന്ന് പറയാം, മീൻ തൈര് കറി. അപ്പോൾ എന്തായാലും ഫൈനൽ പ്രോഡക്റ്റ് കാണാൻ വെയിറ്റ് ചെയ്യുക. നമ്മളുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് ചാറെല്ലാം നല്ല കുറുകി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് തീ ഒരല്പം കുറച്ച് കൊടുത്തു, അടപ്പ് മാറ്റി. നല്ല തിള വന്നൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് അടപ്പ് മാറ്റി പിന്നെ ഇടത്തരം തീയിലിട്ട് കുറച്ച് നേരം വേവിച്ചു. പിന്നെ ചെറിയ തീയിലേക്ക് മാറ്റി. ഇപ്പോൾ കറക്റ്റായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള കുറുകലോടും. ഇനി ഒരല്പം വെളിച്ചെണ്ണ,
1 ടേബിൾ സ്പൂൺ വരെ ആകാം. അവസാനം വെളിച്ചെണ്ണ തീ ഓഫ് ചെയ്യാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു മീൻ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ആ ചട്ടിയിൽ തന്നെ വെച്ചേക്കുക. അതോടുകൂടി തന്നെ തീന്മേശ പുറത്ത് കൊണ്ടുവയ്ക്കാം. ഇപ്പം നമ്മൾ ചട്ടിയിലല്ലല്ലോ വെച്ചത്, അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നമ്മളുടെ മീൻ തൈര് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെയോ നല്ല തൂവെള്ള ചോറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ദോശ, ആപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആയിരിക്കും. ആവശ്യത്തിന് എരിവും, ഇത് കുറച്ച് സ്പൈസി ആണ്, ഇച്ചിരി എരിവ് മുന്നോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആവശ്യത്തിന് പുളിയും. തൈര് ചേർത്തെന്ന് പറഞ്ഞാൽ ഒരു പുളിച്ച കറിയൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു പുളി ചേർത്തുണ്ടാക്കുന്ന ഒരു മീൻ കറിയുടെ അത്രയും പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, വ്യത്യസ്തമായൊരു സ്വാദാണ്. ഇപ്പോൾ ജീരകം ചേർത്തു എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. മാത്രമല്ല അത് വീണ്ടും വീണ്ടും നിങ്ങൾ തയ്യാറാക്കും. അപ്പോൾ പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മളുടെ ഒരു എഗ് ലോഫാണ്, വളരെ സിമ്പിൾ, വളരെ നല്ലത്. രണ്ടാമത് കാണിച്ചത് നല്ലൊരു മീൻ കറിയാണ്, മീൻ തൈര് കറി. അപ്പോൾ എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.